ഇനി താടിയുമായി ബന്ധപ്പെട്ട ഒരു അമല് ഞാൻ പറഞ്ഞു തരാം. ഈ അമല് നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, വലിയ വലിയ മഹാന്മാര് അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയതാണ്. അൽ ഹാഫിദു ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാ മഹാനവറുകള് അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയതാണ്. ആരാണ് മഹാൻ? 911 വഫാത്തായ മഹാനാണ്. കുറെ കൊല്ലങ്ങൾക്ക് മുമ്പുള്ള മഹാനാണ്. ഇതൊന്നും നിഷേധിക്കാൻ കഴിയൂല. ഞാനിത് കിതാബ് എടുത്ത് കാണിക്കുന്ന ചില ആളുകളൊക്കെ മജ്‌ലിസിൽ വന്നിട്ട് കമന്റിൽ ഇങ്ങനെ തോന്നിവാസം ഇങ്ങനെ വിടുകയാണ്. മൂല്യമാർക്ക് തോന്നിയത് പറയാണ്, കായുണ്ടാക്കാൻ വേണ്ടി പറയാണ്. പിന്നെ ഇതൊക്കെ ആരാ പറഞ്ഞിരിക? ഇതൊക്കെ പിന്നെ കിതാബിൽ ഇങ്ങനെ അടഞ്ഞു കിടക്കേണ്ടതല്ലോ. പിന്നെ യൂട്യൂബിൽ വന്നിട്ട് എന്താണ് ഇതൊക്കെ പറയുന്നത്? യൂട്യൂബ് എന്ന് പറഞ്ഞാല് ഒരുപാട് ആളുകൾ കാണുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. ഇപ്പൊ നാട്ടിലൊരു പ്രവാസനം ഉണ്ടെങ്കിൽ ആ നാട്ടിൽ കൂടുന്ന ആളുകളെക്കാൾ ആളുകൾ യൂട്യൂബിൽ വന്നിട്ട് നമ്മളെ പരിപാടികൾ കാണുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇത് മനസ്സിലാക്കാൻ കഴിയൂലേ? ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടത്ത് ഓരോ സംവിധാനങ്ങള്, ഓരോ ഉപകാരങ്ങൾ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് യൂട്യൂബ്. കുറെ ആളുകൾ അത് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. സിനിമ കാണാനും പാട്ട് കേൾക്കാനും സീരിയൽ കാണാനും ഉപയോഗിക്കുന്നത്. അത് നമ്മളെ കുറ്റല്ല, അത് നമ്മളെ കുറ്റല്ലല്ലോ. അതുപോലെ തന്നെ വാട്സപ്പ് നല്ലൊരു കാര്യല്ലേ, അതും കുറെ ആളുകൾ ദുരുപയോഗം ചെയ്യുന്നു. അതൊന്നും മൂല്യമാരെ കുറ്റമൊന്നുമല്ലേ. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ പറയാൻ പോകുന്ന കാര്യം വലിയ മഹാൻ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയതാണ്. മഹാനവറുകൾ പറയാണ്, താടി സ്റ്റൈലാക്കൽ നല്ല ഒരു കാര്യമാണ്. താടി സ്റ്റൈലാക്കൽ പുണ്യമുള്ള കാര്യമാണ്. താടി സ്റ്റൈലാക്കണം, നല്ല അടിപൊളി താടി വെക്കണം. മഹാനവറുകൾ പറയാണ്, ഫീ കുല്ലി യൗമിൻ ബർറതൻ ബഅദ സ്വലാത്തി സുബ്ഹി, എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം താടി ഒന്ന് സ്റ്റൈലാക്കണം.